ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കോടിക്കണക്കുകൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്രിക്കറ്റ് ലോകത്തെ ചർച്ചാ വിഷയം. എന്നാൽ ആ കോടിക്കണക്കിലും ഇന്ത്യൻ ക്രിക്കറ്റ് താരം വെങ്കടേഷ് അയ്യർ വ്യത്യസ്തനാവുകയാണ്. കഴിഞ്ഞ IPL താരലേലത്തിൽ 23.75 കോടി രൂപയ്ക്കാണ് വെങ്കടേഷ് അയ്യരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയത്. 20 ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന വെങ്കടേഷ് ഏതാനും സീസണുകൾ കൊണ്ട് IPL തന്നെ വിലയേറിയ താരങ്ങളൊരായി മാറിയിരിക്കുന്നു. ഇത്തവണ ഓൾറൗണ്ടറെ ടീമിൽ നിലനിർത്താതിരുന്ന കൊൽക്കത്ത ലേലത്തിൽ വൻ തുകയ്ക്കാണ് വെങ്കടേഷിനെ തിരിച്ച് സ്വന്തമാക്കിയത്. വിദ്യാഭ്യാസം തുടരുകയാണെന്ന് കഴിഞ്ഞ ദിവസം വെങ്കടേഷ് അയ്യർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. വെങ്കടേഷ് അയ്യരുടെ വാക്കുകൾ ഏതൊരു താരത്തെയും വിസ്മയിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ക്രിക്കറ്റിലേക്ക് സജീവമായി കഴിഞ്ഞാൽ പിന്നെ പല താരങ്ങളും വിദ്യാഭ്യാസം വിടാറാണ് പതിവ്. പല പ്രമുഖ താരങ്ങളും വിദ്യാഭ്യാസം നിർത്തിയവരുമാണ്. എന്നാൽ ചില താരങ്ങളൊക്കെ ഇൻസ്പിറേഷനായി വിദ്യാഭ്യാസത്തിലൂടെ തന്നെ ക്രിക്കറ്റിലേക്ക് എത്തിയവരുമുണ്ട്. അശ്വിൻ, അനിൽ കുംബ്ലെ, അജിൻക്യ രഹാനെ അടക്കമുള്ള താരങ്ങൾ മികച്ച വിദ്യാഭ്യാസമുള്ളവരാണ്. എന്നാൽ ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ വെങ്കടേഷ് അയ്യറും എത്തിയിരിക്കുന്നത്. ക്രിക്കറ്റ് മാത്രമായി മുന്നോട്ട് പോകുക എന്നത് എൻ്റെ രക്ഷിതാക്കളെ മനസ്സിലാക്കിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ നന്നായി പഠിച്ചു. പുതിയൊരു താരം മധ്യപ്രദേശ് ടീമിലെത്തുമ്പോൾ ഇപ്പോഴും പഠിക്കുന്നുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുക. വിദ്യാഭ്യാസം മാത്രമാണ് മരണം വരെയും കൂടി ഉണ്ടാവുക. 60 വയസ്സ് വരെ ഒരാൾക്ക് ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കില്ലല്ലോ. ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം. എപ്പോഴും ക്രിക്കറ്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ കൂടുതൽ സമ്മർദ്ദമുണ്ടാവും. ഒരു സമയത്ത് 2 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യും. ക്രിക്കറ്റ് താരങ്ങൾ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ബിരുദാനന്തര ബിരുദമോ പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. ഞാൻ ഫൈനാൻസിൽ PhD ചെയ്യുകയാണ്. അടുത്ത തവണ ഡോക്ടർ വെങ്കടേഷ് അയ്യർ എന്നാണ് നിങ്ങൾ വിളിക്കേണ്ടി വരിക എന്നാണ് കൊൽക്കത്ത താരം പ്രതികരിച്ചത്. താരത്തിന്റെ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളും ക്രിക്കറ്റ് ലോകത്തും വലിയ ചർച്ചാ വിഷയമായി. 2 താരങ്ങളാണ് പ്രധാനമായും PhD ക്രിക്കറ്റിൽ സ്വന്തമാക്കിയത്. ആവിഷ്കർ സാവി എന്ന മുൻ ഇന്ത്യൻ പേസറാണ് ആസ്ട്രോഫിസിക്സിൽ PhD എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ വെങ്കടേഷ് അയ്യരാണ്. ഏതൊരു യുവതാരത്തെയും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ വെങ്കടേഷ് അയ്യറിനത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.